ഹലോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി എൻവയോൺമെൻറ്റ് ഡേ. ഇന്ന് രാവിലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ കുഞ്ഞുവിന് പറഞ്ഞ് മനസ്സിലാക്കി. അതിൻ്റെ കൂട്ടത്തിൽ പണ്ട് എൻ്റെ സ്കൂളുകളിൽ എങ്ങനെയാണ് പരിസ്ഥിതി ദിനം ആഘോഷിച്ചതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുഞ്ഞുവിനും അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ കുഞ്ഞുവിനിപ്പോൾ ക്ലാസ്സിലാലോ, അതുകൊണ്ട് തന്നെ എന്നാൽ നമ്മൾ വീട്ടിൽ പരിസ്ഥിതി ദിനം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നൊട്ടും വൈകിച്ചില്ല, നമ്മൾ പണിയൊക്കെ തുടങ്ങി. ഞാൻ അവിടെ ഇരുന്ന് ചെടി നടാൻ കുഴി എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുവിന് മനസ്സിലായി എനിക്കിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പറയാതെ തന്നെ കുഞ്ഞു പോയി എനിക്ക് പലകയൊക്കെ എടുത്തുകൊണ്ട് തന്നു. അവളിങ്ങനെ ഓരോന്ന് കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ചുറ്റുമുള്ളവർ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാനും കുഞ്ഞും കൂടെ ചെടിയൊക്കെ നട്ടു. ഈ ചെടി ഇങ്ങനെ നട്ടാൽ മാത്രം പോരാ, ഇതിനെ വെള്ളമൊഴിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യേണ്ടത് കുഞ്ഞുവാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. കുഞ്ഞുവിൻ്റെ ലൈഫിൽ ഇതൊക്കെ ഒരു ശീലമാക്കി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറേ പഠിച്ച് കുറേ മാർക്ക് മാത്രം വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ലൊരു മനുഷ്യനായിട്ട് വളരുകയാണ് ചെയ്യേണ്ടത്. ചുറ്റുമുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും അവരെ സ്നേഹിക്കാനും പഠിക്കണം എന്ന് കരുതി പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പഠിക്കണം. നമ്മൾ സ്കൂളിൽ ഓരോ പാഠഭാഗം പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ കുറച്ച് മൂല്യങ്ങളും മനോഭാവങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണ്ടതാണ്. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് മാറിപ്പോയോ? ഇല്ലല്ലോ അല്ലേ? ഇതൊക്കെ പറയേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പം നമ്മുടെ കുഞ്ഞുതാ ചെടിയൊക്കെ നട്ടു. ഈ ചെടി നട്ടപ്പോൾ അവൾക്കൊരു സന്തോഷം ഉണ്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ച കാണുമ്പോഴും അവൾ സന്തോഷിക്കുമായിരിക്കും. പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് മാത്രം ചെടികൾ നട്ടാൽ പോരാ, അല്ലെങ്കിൽ അതിനെ പരിപാലിച്ചാൽ പോരാ. അതെന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഈ ചെടിയൊക്കെ നടുന്നത് ഇതാദ്യമായിട്ടല്ല. കുഞ്ഞും ഞാനും ഇതിനു മുമ്പ് കുറേ ചെടികൾ നട്ടിട്ടുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് സത്യത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെ ചെയ്യണം. ഇനി സ്ഥലം കുറവാണ്, ടെറസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രോ ബാഗ് വാങ്ങി അതിലായാലും നമുക്ക് ഒന്നോ രണ്ടോ ചെറിയ എന്തെങ്കിലും തൈകളൊക്കെ നടാം. നല്ല ഇനം പച്ചക്കറി തൈകളെങ്കിലും നട്ടാൽ മതി. വിഷമില്ലാത്ത നല്ല പച്ചക്കറിയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. നിങ്ങളതിനെന്നും വെള്ളമൊഴിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ വളർച്ച കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷവും. അതെനിക്ക് ഉറപ്പാണ്. നമ്മളത് ആ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞു ഗാർഡനിലേക്ക് നമ്മൾ ഇറങ്ങി. മഴയായതുകൊണ്ട് തന്നെ അവിടെ കുറേ ചപ്പൊക്കെ വീണിട്ടുണ്ടായിരുന്നു, കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കണം. പിന്നെ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം. ഇനിയിപ്പോൾ എന്തായാലും മഴ പിടിക്കുകയല്ലേ, അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്താലും നന്നായി വളർന്നോളും. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ കട്ട് ചെയ്ത് ചെടിയുടെ കടയ്ക്കുള്ള പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് കണ്ടത്. ഒരു ചെടിച്ചട്ടിയിൽ വെള്ളം കിട്ടിയേക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് പൊക്കി നോക്കിയപ്പോൾ മനസ്സിലായ ആ ചെടിച്ചട്ടിക്ക് ഹോൾ ഇട്ടിട്ടുണ്ടായില്ല എന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായ കത്രിക വെച്ച് അതിനൊരു കുത്തൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ പണികൾ ഓരോന്ന് ചെയ്യുമ്പോഴും കുഞ്ഞു എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ ഒറ്റയ്ക്കല്ല, അമ്മയുടെ കൂടെ ഞാനുണ്ടെന്ന് അവൾ പറയാതെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് എന്താണോ വേണ്ടത് അതൊക്കെ അവൾ എടുത്തുകൊണ്ട് തരുന്നുണ്ടായിരുന്നു. എന്നോട് വർത്താനമൊക്കെ പറഞ്ഞ് കുഞ്ഞോടത്തെ പുല്ലൊക്കെ പറിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പറിക്കുന്ന ഓരോ പുല്ലും എന്നെ കൊണ്ട് കാണിച്ചു തരും. ഇത് ചെടിയാണോ അമ്മേ, ഇത് ചെടിയാണോ എന്ന് ചോദിക്കും. പിന്നെ ഇന്നൊറ്റ ദിവസം കൊണ്ട് ഇത് മൊത്തം ക്ലീൻ ആക്കാം എന്നൊരു ഉദ്ദേശം എനിക്കില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാതായ പിന്നെ അതൊരു സങ്കടമാവില്ലേ. അതുകൊണ്ട് മുന്നേ തന്നെ അങ്ങനെയൊന്നും വിചാരിക്കലില്ല. നമ്മളെക്കൊണ്ട് ഇന്നെന്താണോ പറ്റുന്നത് അത് നമ്മളിന്ന് ചെയ്തു തീർക്കും. ഈ ചെടിച്ചട്ടികളിലിങ്ങനെ മണ്ണൊക്കെ പറ്റിയിരിക്കാൻ കാണുമ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ചെയ്യാനാ, ഇപ്പം മഴയൊക്കെ അല്ലേ. എങ്കിലും തൽക്കാലം ഇതിപ്പോൾ തുടച്ച് തൂത്തൊക്കെ വെക്കാം. എന്നെപ്പോലെ ഇങ്ങനെ ചെയ്യുന്ന വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കണ്ട കുഞ്ഞു പിന്നെയും ഓരോ സംശയങ്ങളായിട്ട് വരുന്നുണ്ട്. കുഞ്ഞു മാത്രമല്ല കേട്ടോ, വീഡിയോയിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ അമ്മയും അച്ഛനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് ഇവിടെ അത്ര ലെവലല്ല, ഒന്നുകൂടി ലെവലാക്കണമെന്ന്. പിന്നെ നമ്മൾ ഈ വെട്ടുന്ന മുല്ലയുടെ കമ്പുകളൊക്കെ കുഞ്ഞൊരു സ്ഥലത്ത് കൂട്ടി വെക്കുന്നുണ്ട്. അത് നമുക്ക് വേറെ എവിടെയെങ്കിലും നടാം. അതിപ്പോൾ നടാൻ വേറെ ചട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നിലത്ത് എവിടെയെങ്കിലും ആയിരിക്കും നടുക. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുവിന് കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ ചെയ്യണം, ഇനി ഇവിടെ എന്തൊക്കെ വരണം, അങ്ങനെ കുറേ ഐഡിയ ഒക്കെ ആൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് കുറേ സന്തോഷമുണ്ട്. നമ്മൾ പിന്നെ അവിടെയുള്ള പുല്ലൊക്കെ പറിച്ചു, ചപ്പൊക്കെ അടിച്ചു വാരി ഒന്നുകൂടെ അവിടെയൊക്കെ ലെവലാക്കിയിട്ടാണ് വീണ്ടും ആ മുല്ലയൊക്കെ തിരിച്ചങ്ങോട്ട് തന്നെ എടുത്തു വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. കുഞ്ഞുവിന് ചെടികളൊന്നും നശിപ്പിക്കുന്ന ഇഷ്ടമല്ല. അവിടെ ഒരു തുളസി നിൽക്കുന്നുണ്ടപ്പോൾ ഇതെവിടെയെങ്കിലും പറിച്ച് നടാമേ, അത് പറിച്ചാന്ന് പറയായിരുന്നു.
പിന്നെ ഞാനതൊക്കെ പറിച്ചു കൊടുത്തു. ആളത് നടാനായിട്ട് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. പിന്നെ അതാ അവിടെ അമ്മ കൊണ്ടുവച്ചിരുന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ ഇലയൊക്കെ കരിഞ്ഞ് ഉണങ്ങി അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും കുഞ്ഞും കൂടെ അതൊക്കെ ക്ലീൻ ചെയ്തു. ചെടിയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചു. പിന്നെ എൻ്റെ ഒരു എനിമി കാണിച്ചു വെച്ച പരിപാടി നിങ്ങൾ കണ്ട, എൻ്റെ ഗ്രോ ബാഗൊക്കെ നശിപ്പിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇതൊരു മൽബറി ചെടിയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ കുയിൽ വന്നിരിക്കാറുണ്ട്. പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ലെവലാക്കി. അപ്പോഴാണ് അച്ചു പറഞ്ഞത് അവിടെ ഒരു ഷീറ്റ് എടുക്കുന്നുണ്ട്, അതിവിടെ വിരിച്ചിട്ട് വെച്ചാൽ ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ മണ്ണാവില്ല എന്ന്. അപ്പം പിന്നെ തൽക്കാലത്തേക്ക് എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ നട്ട് ഭയങ്കര സന്തോഷത്തിലൊക്കെ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോഴായിരിക്കും തുരപ്പൻ ചിലപ്പോൾ അതൊക്കെ കണ്ടിച്ചിട്ടേക്കുന്നത്. അത് കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ വീണ്ടും നടും. ഈ തുരപ്പന്മാരെ തുരത്താനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഷീറ്റൊക്കെ വിരിച്ച ശേഷം നമ്മൾ ചെടിച്ചട്ടികൾ ഓരോന്നായിട്ട് തുടച്ച് അതിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ കളഞ്ഞാണ് എടുത്ത് വെക്കുന്നത്. ഇത്തരം ഭ്രാന്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ കുഞ്ഞൻ പറയും പോലെ ഓരോരുത്തരുടെ സന്തോഷം ഓരോന്നല്ലേ. അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇവള് സത്യത്തിൽ ഇങ്ങനെയൊക്കെ പറയണേക്കുമ്പോൾ ഞങ്ങൾ വാ പൊളിച്ചിരിക്കാറുണ്ട്. എവിടെ നിന്ന് ഇത് കിട്ടുന്നു എന്നറിയില്ല. പക്ഷെ അവൾ പറയുന്നതൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളല്ല, വലിയ വലിയ കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ പിന്നെ റെസ്റ്റ് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് വർത്താനൊക്കെ പറയാം. ഇപ്പോൾ ക്രാഫ്റ്റ് വീഡിയോകളൊക്കെ കാണൽ കൂടുതലാണ് ഫോണിൽ. അപ്പോൾ അതിന് വേണ്ടി ഫോൺ തരുമോയെന്നാണ് ഈ ചോദിക്കുന്നത്. സത്യത്തിൽ എൻ്റെ കുഞ്ഞിന് വെറുതെ ഇരിക്കണ ഇഷ്ടമല്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ തുടങ്ങി. കണ്ട, ഞാൻ അവിടെ നിന്ന് ചട്ടി തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ആളെനിക്ക് ചട്ടിയൊക്കെ അടുത്തേക്ക് നീക്കി എടുത്ത് വെച്ച് തരാണ്. ഇതൊന്നും പറഞ്ഞിട്ടല്ല, ആളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ പണിയെടുത്ത് നേരെ ഉച്ചയായപ്പോൾ പിന്നെ അവിടെ ഇരിക്കാൻ വയ്യാതായി. ഭയങ്കര വെയിലായി. ഇത്രയൊക്കെ ഒരു കണക്കിന് ഒപ്പിച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പയ്യെ പോന്നു. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് വെയിലാറിയിട്ട് വൈകുന്നേരമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ നമ്മളെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.